MES College of Engineering and Technology കുന്നക്കര APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. മട്ടാഞ്ചേരി വാട്ടർ ടാങ്കിന് സമീപം കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. മട്ടാഞ്ചേരി വാട്ടർ ടാങ്കിന് സമീപം കനത്ത കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. 40 വർഷത്തോളം പഴക്കമുള്ള വീടിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. തിങ്കളാഴ്ച രാവിലെ 9:30യോടെയാണ് സംഭവം. ആത്തിക്കയുടെ ഉടമസ്ഥതയിലുള്ള വീടിന്റെ മേൽക്കൂരയാണ് തകർന്നത്. ആത്തിക്കയുടെ തോളലിന് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അവര് മാട തറവാടാണ് ഇത്, വെല്ലുമാട. ഉമ്മയാണ് ഉമ്മയും മക്കളാണ് താമസിക്കണ. ഒരു മോൻ ചെവി കേൾക്കൂല, വർത്താനൊന്നും പറയില്ല. വേറെ മക്കൾക്കൊന്നും പണിയും ജോലിയൊന്നും ഇല്ല. ഒരുപാട് പഴക്കമുണ്ട്. ഞങ്ങൾ വന്നിട്ട് തന്നെ ഇപ്പൊ 40 വർഷത്തോളായി, 50 വർഷമായി തോന്നാണ് വീടിങ്ങനെ പണിഞ്ഞിട്ട്. അത്രയും പഴക്കമൊക്കെ ഉണ്ട്. ഒരുപാട് പൈസ ഇവര് നന്നാക്കിയിട്ടൊക്കെ ചെലവാകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30ക്കാണ് സംഭവിച്ചത്. അങ്കൻവാടി ഉണ്ട് ഇവിടെ, കുട്ടികളൊന്നും ഉണ്ടായില്ല. പിന്നെ ഒരാൾക്ക് ഇത്തിരി കുറച്ച് പരിക്കേറ്റിട്ടുണ്ട്, ശരീരത്തിൽ വീണിട്ട്. ഇവിടെ തന്നെ ഒരു അംഗനവാടിയും പ്രവർത്തിക്കുന്നതായിരുന്നു. എന്നാൽ മേൽക്കൂര വീഴുന്ന സമയത്ത് അംഗനവാടിയിൽ കുട്ടികളില്ലാതിരുന്നത് വൻ ദുരിതം ഒഴിവാക്കി. തോണിയായത് വീണപ്പ ഉമ്മയുണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു, വെല്ലുമ്മ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് ഇടിഞ്ഞൊടിഞ്ഞ് വീണത്. ഉമ്മയുടെ മേത്താ വീണത്. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉമ്മയുടെ കൈയൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഷോൾഡറിന്റെ അവിടെ എന്തോ കാര്യമായിട്ട് ഇതായിട്ടുണ്ട്. നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഒന്നും കൂടി ഇതെടുക്കാൻ പറഞ്ഞു. 40 കൊല്ലം പഴക്കമുള്ള വീടാണ്. ഇവര് 4 ജ്യേഷ്ഠനിയന്മാർ കൂടി താമസിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ അവിടെ നഴ്സറി ക്ലാസ് നടക്കുന്നുണ്ട്. എന്നാ പെട്ടെന്ന് പെയ്ത മഴയില് രാവിലെ എല്ലാം കൂടി ഇടിഞ്ഞു വീണാണ്. അയൽക്കൂട്ടത്തിന്റെ കാശ് പാസ്സായാൽ തന്നെ ഇത്രയും സ്ഥലത്ത് ഒരു വീട് പണിയാനുള്ള സംവിധാനം ഇല്ല. 650 സ്ക്വയർ ഫീറ്റ് കൂടുതൽ പണിയാനും പറ്റില്ല. അപ്പൊ ആ ഒരു പ്രശ്നമാണ് മൊത്തം പോയിരിക്കണ ഈ ബിൽഡിംഗ്. സർക്കാരിന്റെ സഹായം അത്രയും പെട്ടെന്ന് കിട്ടി. ഏറ്റവും ഒരു ജോലി പോലും ഇല്ലാത്ത ഇദ്ദേഹമാണെങ്കിൽ സംസാരിക്കാൻ പോലും കഴിയാത്ത ആളാണ്. അടിയന്തരമായി ഇവർക്ക് സഹായം നൽകണമെന്ന് പൊതുപ്രവർത്തകൻ അബ്ദുൽ ഖാദർ ജബ്ബാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.